കിഴക്കൻ ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതിയിൽ പശ്ചിമ ബംഗാളിന്റെ തലസ്ഥാനമായ കൊൽക്കത്തയെ ഒഴിവാക്കി സിലിഗുരിയെ തെരഞ്ഞെടുത്തു. കൊൽക്കത്തയേക്കാൾ സിലിഗുരിയുടെ ഭൂമിശാസ്ത്രപരവും തന്ത്രപ്രധാനവും സാമ്പത്തികവുമായ പ്രാധാന്യം മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ ഈ തീരുമാനമെടുത്തത് എന്നാണ് വ്യക്തമാക്കുന്നത്. ഇന്ത്യയുടെ പ്രധാന ഭൂപ്രദേശത്തെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധിപ്പിക്കുന്ന ചിക്കൻസ് നെക്ക് മേഖലയിലാണ് സിലിഗുരി സ്ഥിതി ചെയ്യുന്നത്. വടക്കു കിഴക്കൻ മേഖലയിലേക്കുള്ള എല്ലാ റോഡ് റെയിൽ പാതകളും കടന്നുപോകുന്നത് കേവലം 22 കിലോമീറ്റർ മാത്രം വീതിയുള്ള ഈ ഇടുങ്ങിയ ഭൂപ്രദേശത്തിലൂടെയാണ്. ഭാവിയിൽ അസം തലസ്ഥാനമായ ഗുവാഹത്തി വരെ ഈ ബുള്ളറ്റ് ട്രെയിൻ പാത നീട്ടാനാണ് കേന്ദ്രം പദ്ധതിയിടുന്നത്. ഇത് വടക്കു കിഴക്കൻ മേഖലയിലെ അഷ്ടലക്ഷ്മി സംസ്ഥാനങ്ങളുമായുള്ള സമ്പർക്കം കൂടുതൽ എളുപ്പമാക്കും. ഉത്തർപ്രദേശിലെ വാരണസിയെയും ബംഗാളിലെ സിലിഗുരിയെയും ബന്ധിപ്പിക്കുന്നതാണ് ഈ ഹൈസ്പീഡ് റെയിൽ ഇടനാഴി. പദ്ധതി പൂർത്തിയാകുന്നതോടെ വാരണസിയിൽ നിന്ന് സിലിഗുരിയിലെത്താൻ വെറും 3 മണിക്കൂർ മാത്രം മതിയാകും. ഡൽഹി വാരണസി ഹൈസ്പീഡ് റെയിൽ ശൃംഖലയുമായി ഈ പാതയെ ബന്ധിപ്പിക്കുന്നതോടെ രാജ്യത്തെ പ്രധാന സാമ്പത്തിക സാംസ്കാരിക കേന്ദ്രങ്ങൾ തമ്മിലുള്ള യാത്രാസമയം ഗണ്യമായി കുറയും. ചരക്കുനീക്കം, ടൂറിസം എന്നിവയ്ക്ക് ഇത് വലിയ ഉത്തേജനമാകുമെന്നും മുൻ വിദേശകാര്യ സെക്രട്ടറിയും BJP MPയുമായ ഹർഷ് വർദ്ധൻ ശൃംഗ പറഞ്ഞു. ഡാർജിലിംഗ് ജില്ലയിൽ ഉൾപ്പെടുന്ന സിലിഗുരി പ്രദേശം രാജ്യത്തെ ഏറ്റവും സുരക്ഷാ ഭീഷണിയുള്ള മേഖലയാണെന്ന് ശൃംഗ ചൂണ്ടിക്കാട്ടി. പടിഞ്ഞാറൻ നേപ്പാൾ, കിഴക്ക് ഭൂട്ടാൻ, തെക്ക് ബംഗ്ലാദേശ് എന്നിങ്ങനെ 3 അന്താരാഷ്ട്ര അതിർത്തിക്കുള്ള ലോകത്തിലെ തന്നെ ഏക ലോക്സഭാ മണ്ഡലമാണ് ഡാർജി. ഇതിന് തൊട്ടുവടക്കായി ചൈനീസ് അതിർത്തിയും സ്ഥിതി ചെയ്യുന്നു. അതിർത്തി സുരക്ഷ ശക്തമാക്കുന്നതിനായി ബംഗാൾ സർക്കാർ ഇതിനകം തന്നെ 120 ഏക്കർ ഭൂമി BSFനായി കേന്ദ്രത്തിന് കൈമാറിക്കഴിഞ്ഞു. ബുള്ളറ്റ് ട്രെയിന് പുറമെ സിലിഗുരി മേഖലയിലെ മറ്റ് യാത്രാ സൗകര്യങ്ങളും വലിയ തോതിൽ നവീകരിക്കുകയാണ്. സിക്കിമിനും വടക്കൻ ബംഗാളിനും ആശ്രമയമായ ബാഗ്ഡോഗ്ര എയർപോർട്ടും ന്യൂ ജൽപായ്ഗുരി റെയിൽവേ സ്റ്റേഷനും ആധുനികവൽക്കരിക്കാൻ കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ 3000 കോടി രൂപയുടെ പദ്ധതിയിലൂടെ 2027ഓടെ ബാഗ്ഡോഗ്ര അന്താരാഷ്ട്ര നിലവാരമുള്ള വിമാനത്താവളമാകും. 1549 കോടി രൂപ ചിലവഴിച്ച് 70,390 ചതുരശ്ര മീറ്ററിൽ പുതിയ ടെർമിനൽ നിർമ്മിക്കും. പ്രതിവർഷം 1 കോടി യാത്രക്കാരെ കൈകാര്യം ചെയ്യാൻ ഇതിന് ശേഷിയുണ്ടാകും. വൻകിട വിമാനങ്ങൾക്കായി 10 പാർക്കിംഗ് ബേകളുള്ള ആപ്രണും മൾട്ടി ലെവൽ കാർ പാർക്കിംഗ് സംവിധാനവും ഇവിടെ ഒരുങ്ങും. ഈ വൻകിട പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്നതോടെ സിലിഗുരി വെറുമൊരു യാത്രാ ഇടനാഴി എന്ന നിലയിൽ നിന്ന് മാറി കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ സാമ്പത്തിക വളർച്ചാ കേന്ദ്രമായി മാറുമെന്നാണ് പ്രാദേശിക വ്യവസായികളുടെ വിലയിരുത്തൽ. ഒരു പ്രാദേശിക സംരംഭക എന്ന നിലയിൽ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി ഈ മേഖലയ്ക്ക് വലിയൊരു വഴിത്തിരിവാണ്. മെച്ചപ്പെട്ട കണക്ടിവിറ്റിയിലൂടെ ടൂറിസം, വ്യാപാര നിക്ഷേപങ്ങൾ, തൊഴിലവസരങ്ങൾ എന്നിവ വൻതോതിൽ വർദ്ധിപ്പിക്കുകയും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുമായുള്ള ബന്ധം ശക്തമാകുകയും ചെയ്യും. അതിനിടെ രാജ്യത്തെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിനിന്റെ ഫസ്റ്റ് ലുക്ക് പുറത്തുവിട്ട് ഇന്ത്യൻ റെയിൽവേ മുംബൈ അഹമ്മദാബാദ് പാതയിൽ വരാനിരിക്കുന്ന ബുള്ളറ്റ് ട്രെയിനിന്റെ ചിത്രമാണ് പുറത്തുവിട്ടത്. ന്യൂഡൽഹിയിലെ റെയിൽവേ മന്ത്രാലയത്തിന്റെ 4-ാം നമ്പർ ഗേറ്റിന് ബുള്ളറ്റ് ട്രെയിനിന്റെ ചിത്രം സ്ഥാപിച്ചു. ഓറഞ്ച്, സിൽവർ, കറുപ്പ് നിറങ്ങളിലാണ് ട്രെയിൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. 508 കിലോമീറ്റർ ദൈർഘ്യമുള്ള മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽ പ്രോജക്ട് മഹാരാഷ്ട്ര, ഗുജറാത്ത്, ദാദ്ര നഗർ ഹവേലി എന്നിവിടങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. മുംബൈ, താനെ, വിരാർ, ബോയിസാർ, വാപ്പി, ബിലിമോറ, സൂറത്ത്, ബരുജ, വഡോദര, ആനന്ദ്, അഹമ്മദാബാദ്, സബർമതി എന്നിങ്ങനെ 12 സ്റ്റേഷനുകളാണ് ഈ റൂട്ടിലുണ്ടാകുക. MAHR പദ്ധതിക്കായി ഗുജറാത്തിലെ 8 സ്റ്റേഷനുകളിൽ അടിത്തറ പണികൾ പൂർത്തിയായി. മഹാരാഷ്ട്രയിലെ താനെ, വിരാർ, ബോയിസർ എന്നിവിടങ്ങളിൽ പണികൾ പുരോഗമിക്കുമ്പോൾ ബാന്ദ്ര കുർള കോംപ്ലക്സ് സ്റ്റേഷനിലെ മണ്ണെടുപ്പും പൂർത്തിയായി വരുന്നു. 17 നദീപാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഗുജറാത്തിലെ നർമ്മദ, മാഹി, തപ്തി, സബർമതി എന്നീ 4 പ്രധാന പാലങ്ങളുടെ പണി പുരോഗമിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ 4 നദീപാലങ്ങളുടെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. ചെന്നൈയിലെ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയും ബംഗളൂരുവിലെ BEML ലിമിറ്റഡും സംയുക്തമായാണ് മണിക്കൂറിൽ 250 കിലോമീറ്റർ വേഗതയുള്ള ഈ ട്രെയിൻ സെറ്റുകൾ രൂപകൽപ്പന ചെയ്ത് വികസിപ്പിക്കുന്നത്. MHSR ഇടനാഴി വലിയ തോതിൽ യാത്രക്കാരെ വഹിക്കാൻ ശേഷിയുള്ള രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും പറഞ്ഞു. ടിക്കറ്റ് നിരക്കുകൾ നിലവിലെ ട്രെയിനുകൾക്കും വിമാനങ്ങൾക്കും ഒരുപോലെ മത്സരാധിഷ്ഠിതമായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തി ജാപ്പനീസ് റെയിൽവേയുടെ പിന്തുണയോടെയാണ് പദ്ധതി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് ഇന്ത്യൻ ആവശ്യങ്ങൾക്കും കാലാവസ്ഥയ്ക്കും അനുയോജ്യമായ രീതിയിലാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.